നിങ്ങളുടെ ഹൈദരാബാദ് യാത്രയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ബിർള സയൻസ് സെന്റർ എന്ന് പറയുന്നത്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് ഞാൻ പറയില്ല, കാരണം അത് നിങ്ങളുടെയൊക്കെ മൂഡിനനുസരിച്ചിട്ട്. ഇപ്പോൾ കപ്പിളാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പയ്യന്മാരാണ് പോകുന്നതെങ്കിൽ അവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്നല്ല. എന്തായാലും നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇറങ്ങുന്നതെങ്കിൽ അവിടുന്ന് വെറും 6 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. നമ്മുടെ ഹുസൈൻ സാഗറിന്റെ അവിടുന്ന് കഷ്ടിച്ചൊരു 3 കിലോമീറ്റർ. നിങ്ങൾ എന്തായാലും ബിർള മന്ദിർ കാണാൻ പോകുന്നുണ്ടായിരിക്കുമല്ലോ. അവിടുന്ന് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ഏകദേശം ഒരു 500 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു ബിർള സയൻസ് സെന്ററിലേക്കുള്ള ദൂരം. ഇനി നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകളൊന്ന് നോക്കാം. ഒരു 3 സെക്ഷനായിട്ടാണ് ഇതിന്റെ ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഒന്ന് ബിർള പ്ലാനറ്റോറിയം, ഒന്ന് ബിർള സയൻസ് മ്യൂസിയം, പിന്നെ ഒന്ന് ബിർള സെന്റർ. ഇത് മൂന്നിലേക്കും നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 350 രൂപ വരും. പക്ഷെ ഒറ്റ ടിക്കറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 325 രൂപയാണ് വരുന്നത്. ഇതിൽ ഞാൻ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറയുന്ന ഒരു സ്ഥലമാണ് ഡൈനോസറിന്റെ ഒരു പാർക്കുണ്ട്. ഡൈനോസറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കുണ്ട് ഇവിടെ. അത് നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണേ. അവിടെ എന്തൊക്കെ കാണാനുള്ളത് എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത്, അതായത് UP ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, അതിൽ ഇലക്ട്രോണിക്സിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ നേരിട്ട് കാണാൻ പറ്റും. അത് നമുക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഓർമ്മ വരും. ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ എന്താന്നുള്ളത് എനിക്ക് എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള വിവരമൊന്നും എനിക്കില്ല. നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. പക്ഷെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് വിസിറ്റ് ചെയ്യുക. ഇതുവരെ ഇങ്ങനെ ഒരു പ്ലാനറ്റോറിയം ഒന്നും വിസിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഹൈദരാബാദ് വന്നിട്ട് കൂടുതൽ സമയമുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇത് കണക്കൂട്ടുന്നത്. ഈ ഒരു തത്തയുടെ ഇത് നോക്കും, നമുക്ക് ഇത് കൂടുണ്ട്, തത്തയുണ്ട്. ഇത് സ്പീഡിൽ കറക്കുമ്പോൾ ഈ ഒരു കൂട്ടിനകത്ത് തത്തയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ ഫോട്ടോയും അവരുടെ സംഭാവനകൾ മാത്രമല്ല, പല സ്ഥലങ്ങളിലും അവർ ചെയ്ത സംഭാവനകളുടെ ആദ്യത്തെ മോഡൽ, ഇപ്പോൾ ഫോൺ കണ്ടുപിടിച്ചത് ആണ് ഗ്രഹാം ബെൽ. ആ ഒരു ഫോണിന്റെ മാതൃക അന്ന് എങ്ങനെയായിരുന്നു അന്നത്തെ ഫോൺ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ, കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും ഈ പഠിക്കാനും നടക്കാനൊക്കെ. പിന്നെ അവർ പാഠപുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് നമ്മുടെ ഗാലക്സിയുടെ ഒരു മോഡലാണ്. ഇത് പിന്നെ കുറച്ച് ഫണ്ണാണ് കേട്ടോ. നമ്മൾ ലൈറ്റ് ഓഫ് ആകുമ്പോൾ നമ്മുടെ സ്കെൽട്ടൺ അവിടെ വരും. ഇതൊരു ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ്, പക്ഷേ സംഭവം രസമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറയാണ് കേട്ടോ ഇവിടെ ഈ വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ പലതരം ക്യാമറകൾ, അതായത് ആദ്യത്തെ ക്യാമറ മുതൽ ഇപ്പോൾ ഉള്ള ക്യാമറയുടെ വരെ ഉള്ള മോഡൽ ഇവിടെ ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൻ്റെയും സെയിം ഇത് തന്നെയാണ്. ആദ്യം ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ എങ്ങനെയായിരുന്നു, അതിനുശേഷം അതിൻ്റെ പരിഷ്കരിച്ച മോഡല് വന്ന് ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ എങ്ങനെയാണോ എന്നുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ്, CD, അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് വേറൊരു സെക്ഷനാണ് സയൻസിൻ്റെ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആകും ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ അഭിമാനമായിട്ടുള്ള പല റോക്കറ്റുകളുടെയും ഒക്കെ ഒരു മാതൃക ഇവിടെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കിടക്കുന്നത് ഈ ഒരു ഡൈനോസറി എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. ഇതെനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ ഒരു സിനിമയിലൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വീണ്ടും സംശയമായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ക്രിയേഷൻ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ മാറും. കാരണം ഇതിൻ്റെയൊക്കെ ഫോസിലുകൾ ഇവിടെ കൃത്യമായിട്ടുണ്ട്. അതും 200 മില്യൺ പഴക്കമുള്ള ഫോസിലുകളൊക്കെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എവിടുന്ന കിട്ടിയത് എന്നുള്ളതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ആദിലാബാദ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഏകദേശം 200 മില്യൺ പഴക്കമുള്ള ലെഗ് ബോൺസ്, അതായത് കാലിൻ്റെ എല്ലാണ് ഇത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് ഇത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടുതൽ വീഡിയോകളും പിക്ചറുകളും ഇതിലില്ലാത്തത്. അപ്പോൾ നിങ്ങൾ ഹൈദരാബാദ് പോകുന്നുണ്ടെങ്കിൽ ബിർള മന്ദിർ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.